അദ്ദേഹം പറഞ്ഞത് എൻ്റെ മേശപ്പുറത്ത് വന്ന ഒരു ഫയലിൽ ഒരു വാക്കുകൊണ്ട് പോലും അയാളെ ഈ കേസുമായി കണക്ട് ചെയ്യാവുന്ന ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു ബാറ് കയറി തല്ലിപ്പൊട്ടിച്ചു, സമയത്തിന് മദ്യം കൊടുത്തില്ല എന്നുണ്ട്. ജാമ്യം അപ്പം നിഷേധിക്കണ്ടേ? പത്രക്കാരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് സംസാരിക്കുന്നില്ലല്ലോ. പണ്ട് അവിടെ ഒരു ഹൈദ്രോളി എന്ന് പറഞ്ഞൊരുത്തോട്ടായിരുന്നു, ഹൈദരാലി. അവനെ എല്ലാവരും വിളിക്കുന്ന ഹൈദ്രോളി എന്നാണ്. CBI അന്വേഷിക്കണം. കാരണം പോലീസുകാർ പോലും പക്ഷപാതപരമായി പെരുമാറിയ ഒരു കേസാണ്. അതായത് ജീവിതകാലം മുഴുവൻ യൂണിഫോം ഇട്ട് എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്യുമോ അതെല്ലാം ചെയ്തൊരു ADGP പറഞ്ഞാൽ അതിനനുസരിച്ച് കളിക്കുന്നവരാകരുത് താഴെയുള്ള ഉദ്യോഗസ്ഥർ. ഈ കേസിൽ വിധി പറയണമെന്ന് ഒരൊറ്റ ആളിനെ ആഗ്രഹമുള്ളത് ദിലീപിനാണ്. ഈ അതിജീവിതം എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ ഈ കേസ് ഉള്ളി തൊലിക്കും പോലെ തൊലിക്കാം. അതെനിക്കറിയാം. അപ്പോൾ മൊട്ട ആരാണെന്ന് അന്വേഷിച്ചാൽ ഭയങ്കര പത്രപ്രവർത്തനത്തിൻ്റെ വലിയ അപ്പോസ്തലനാണ്. ഇത് പൊട്ടനാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ വിശ്വാസ്യത പോയി. തീർച്ചയായും ഇത്തരം ഒളി ക്യാമറകൾ വെച്ചെന്ന് പറഞ്ഞാൽ ഡ്രാമ കളിച്ചാൽ കേരളത്തിൽ നിൽക്കില്ല. കാരണം കേരളത്തിലെ മലയാളിക്ക് നല്ല സെൻസ് ഉള്ളവൻ, അവനറിയാം ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്ന കഥയാണ്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ചലച്ചിത്ര സംവിധായകൻ ശാന്തിവിള ദിനേശാണ്. ദിനേശേട്ടാ നമസ്കാരം. ദിനേശേട്ടനോട് ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ദിനേശേട്ടാ, നമ്മുടെ സിനിമയിലെ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നൊരു കൊട്ടേഷൻ റേപ്പ്, അതിൻ്റെ ഏതാണ്ട് വിചാരണ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അന്തിമഘട്ടത്തിലേക്ക് കേസ് എത്തുകയാണ്. അപ്പോൾ ദിലീപ് ഈ കേസിൽ കുറ്റവിമുക്തനാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? 100% കുറ്റവിമുക്തനാവും. അയാളെ ഒരു കണക്ട് ചെയ്യാവുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ കണക്ട് ചെയ്യാവുന്ന ഒരു തെളിവും അവർക്ക് കിട്ടിയിട്ടില്ല. ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് അറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ BJP-കാരനായ TP സെൻകുമാർ, അയാൾ കേരളത്തിൻ്റെ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മേശപ്പുറത്ത് വന്ന ഒരു ഫയലിൽ ഒരു വാക്കുകൊണ്ട് പോലും അയാളെ ഈ കേസുമായി കണക്ട് ചെയ്യാവുന്ന ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കർക്കശമായ നടപടിയെടുത്ത ആളാണ് പുള്ളി. പക്ഷേ അദ്ദേഹം പെൻഷനായി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ADGP ആയിരുന്ന ഒരു മഹതി, സാഹിത്യം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹതി. അവർ എന്ത് സാഹിത്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇറച്ചി കച്ചവടക്കാരെക്കാളും ക്രൂരമായ മനസ്സുള്ള സ്ത്രീയാണ്. അവർ ദിലീപ് കൊടുത്ത ഒരു കേസിൻ്റെ ചില കാര്യങ്ങൾ അവർക്ക് സംശയമുണ്ട്. അതൊന്ന് വിശദീകരിക്കാനായിട്ട് വരാമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഏതോ ശിവക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് പാളയങ്ങളുടെ കുറിയൊക്കെ അടിച്ചുകൊണ്ട് മാസ ശമ്പളം കൊടുക്കുന്ന വക്കീൽ വരെ ഉള്ളതാണ്. അയാളെ ഒന്നും കൂട്ടാതെ അല്ലെങ്കിൽ അയാളുടെ അഡ്വൈസ് ചോദിക്കാതെ ചെന്ന് കയറി കൊടുത്ത് പിടിച്ചകത്തിട്ട് 88 ദിവസം. എന്നിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റിച്ച ഏക പോലീസ് ഓഫീസർ എന്ന് ഞാൻ പറയും. കാരണം അയാൾ ഇത്തിരി ബുദ്ധിയുള്ളവനെന്നാണ് ഞാൻ കരുതി വെച്ചേക്കണം. അയാളോട് പറഞ്ഞു എല്ലാ തെളിവുമുണ്ട്, പിടിച്ചോട്ടെ എന്ന് കേട്ടാൽ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുമോ? അയ്യോ ADGP എല്ലാ തെളിവുണ്ടോ, എന്നാൽ അറസ്റ്റ് ചെയ്യണ്ട കേട്ടോ എന്ന് പറയുമോ? അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരുണ്ട്, 7 എണ്ണത്തിനും പിടിച്ച് ഞാൻ അകത്തിട്ടു എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി അതേ വാഗോണ്ട് പറഞ്ഞു ഞാനൊരു സിനിമാ നടനെ പിടിച്ചകത്തിട്ടു. രണ്ടും അദ്ദേഹം തന്നെ പറഞ്ഞു, വാക്ക് മാറിയത്. എന്നിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് തെളിവ് അന്വേഷിച്ചിറക്കുക. ഇപ്പോൾ ഇതാ ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനി എന്ന് പറയുന്ന പോലീസുകാരുടെ കണ്ണിലുണ്ണിയായ അളിയൻ, മോഷ്ടാവാ അളിയൻ, പോലീസുകാരുടെ അളിയൻ, ഇപ്പോൾ ഒരു ബാറ് കയറി തല്ലിപ്പൊട്ടിച്ചു, സമയത്തിന് മദ്യം കൊടുത്തില്ല എന്നുണ്ട്. ജാമ്യം അപ്പം നിഷേധിക്കണ്ടേ? പത്രക്കാരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് സംസാരിക്കുന്നില്ലല്ലോ. അവൻ ഒരു എന്തോ റോഷിപാലം എന്ന് പറഞ്ഞൊരു ചെറുക്കനെ വിളിച്ചിരുത്തിയിട്ട് അളിയാ പറ, റോഷിപാൽ അളിയാ ചോദിച്ചു, ഞാൻ പറയാം. നമ്മൾ ഹൈഡ് വെച്ച് ക്യാമറ ഒളിച്ചു വെച്ചാണ് ഷൂട്ട് ചെയ്യണം കേട്ടോ. ഏത് പൊട്ടനോട് പറഞ്ഞത്? സിനിമയിലുള്ള എന്നോട് അതാണ് ആ ക്വാളിറ്റിയാണ് ഈ പയ്യനുള്ളത്. അത് ഈ റോഷിപാലം എന്ന് പറഞ്ഞ പയ്യനെ. പണ്ട് അവിടെ ഒരു ഹൈദ്രോളി എന്ന് പറഞ്ഞൊരു തോട്ടായിരുന്നു, ഹൈദരാലി. അവനെ എല്ലാവരും വിളിക്കുന്ന ഹൈദ്രോളി എന്നാണ്. അവൻ നികേഷ് കുമാർ ഇരുന്ന കാലത്ത് അന്നത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തിരുന്ന അവനായിരുന്നു ഈ കുഴുത്തുരുമ്പ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നത് ദിലീപിനെതിരെ. അവന് പകരം വന്ന കൃത്യം പറ്റിയ പയ്യനായി ഈ റോഷിപാൽ എന്ന് പറഞ്ഞത്. കുഴുത്തുരുമ്പിൻ്റെ പുസ്തകം, അവൻ പുസ്തകം എഴുതാൻ പോകണം. ഏതാണ് പുസ്തകം എഴുതാൻ പോകണം? നടിയുടെ ജീവിതം തകർത്തതിൻ്റെ പുസ്തകമാണോ, പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ കഥകളാണോ, പൾസർ അളിയൻ്റെ കഥയാണ്? ഏത് മറ്റേ കുറേ ഡയറിയൊക്കെ ആയിട്ട് വന്ന് ആളിയെ ചോദിച്ചു, ഞാൻ പറയാം. വയലേഷൻ അല്ലേ, പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ? ചെയ്തില്ല. എന്നിട്ട് ഒരു ഹൈക്കോടതിയുടെ മുന്നിൽ കൂടെ പോകുന്ന ഒരു വൃത്തികെട്ട കനാൽ കാണിച്ചു കൊടുത്തിട്ട് ഫോണും സിമ്മും അതിനകത്തിട്ടു എന്ന് പറഞ്ഞു. പോലീസുകാർ ഇറങ്ങി ആ നാറിയ വെള്ളം മുഴുവൻ അലക്കി, കിട്ടിയില്ല. ഗോശ്രീ പാലത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞു. അടിയൊഴുക്കുള്ളതുകൊണ്ട് നേവിക്കാർ വന്ന് തപ്പി, കിട്ടിയില്ല. ഇവൻ ഹൈക്കോടതിയിൽ ഓടിക്കയറാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തൊട്ട് എതിർവശത്തുള്ളൊരു കെട്ടിടത്തിൻ്റെ മതിൽ ചാടി അകത്തേക്ക് പോയി. അവിടെ എന്തോ ഒരു പൊതി കൊണ്ടൊന്ന് സൂക്ഷിച്ചു എന്ന് അന്ന് പറയുന്നു. ഇന്ന് വരെ അത് അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ അവൻ പറയാണ് ഫോണും സിമ്മും ഒക്കെ എൻ്റെ ഉണ്ടെന്നേ. ഞാനിത് ഇന്നലെ തുടങ്ങിയാണ്. ഞാൻ എത്രയോ നടികളെ കൊണ്ടുപോയിരിക്കുന്നു. ദിലീപിന് വേണ്ടിയല്ല, പക്ഷേ ദിലീപിന് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് നടികളെ ഇതുപോലെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പിടിച്ചകത്തുണ്ടേ. സൗദിയിലായിട്ടാണെങ്കിൽ വെള്ളിയാഴ്ച അവൻ്റെ തല വെട്ടിയാണ് ഇല്ലേ. അവൻ ഇവിടെ സൂചിച്ച് നടക്കുന്നു. പോലീസുകാർക്ക് ആർക്കും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും പൾസർ മച്ചമ്പിയെ വേണ്ട.
അവർക്ക് ദിലീപിനെ എങ്ങനെയാണ് ഇത്ര, അതാണ് ഞാൻ ചോദിക്കുന്നത്, പൾസർ സുനി എങ്ങനെയാണ് ഈ പോലീസുകാർക്കൊക്കെ ഇത്രയധികം സ്നേഹം പൾസർ സുനിയോട്? ദിലീപിനെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ദിലീപിനോട് പോലീസുകാർക്ക് എന്താണ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്? അത് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കൂ. ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞില്ലേ, എന്നെ ഹൈക്കോടതിയിൽ വെച്ച് എന്നെ കൊല്ലുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. അന്ന് ആ കേസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അന്ന് ആ കേസും വെച്ചിട്ടില്ല, ഈ പറഞ്ഞ പരാതി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി ചെന്നിട്ടില്ല, ദിലീപ് ചെന്നിട്ടില്ല. അപ്പം കോടതിയോട് പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ പറയുന്ന ഒരു ഏജൻസി അന്വേഷിക്കുമ്പോൾ ദിലീപിന് അല്ലാതെ അവർക്ക് ഏക ഉത്തരം. അതിൽ എനിക്കൊരു ക്ലാരിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാലേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്ന സമയത്ത് ഞാനും ദിലീപും ബാലേന്ദ്രകുമാറിൻ്റെ ആ കേസിൽ വന്നിരുന്ന ഒരു സാക്ഷി, ഒരു പെൺകുട്ടി, ഒരു പീഡനം ആരോപിച്ച് വന്ന ഒരു സ്ത്രീ, അവരുമായി ബന്ധപ്പെട്ട കേസ് വന്ന സമയത്ത് ഞാനും വ്യാസൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ സുഹൃത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വ്യാസനും ദിലീപും എല്ലാം നിരന്തരം ഫോണിൽ സംസാരിച്ചുണ്ടാക്കിയ വാർത്തയാണെന്ന് ഇവർ വിചാരണ കോടതിയെ അറിയിച്ചൊരു സംഭവമുണ്ട്. ഞാൻ വ്യാസനെ കാണുന്നത് ഏതാണ്ട് കഴിഞ്ഞ വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിലാണ്. എനിക്കതുവരെ വ്യാസനെ അറിയില്ല. വ്യാസം വന്ന് എന്നോട് സംസാരിക്കുമ്പോഴാണ് ഇത് ശ്രീലാപ്പിള്ളയല്ലെന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്, ഞാൻ വ്യാസനാണെന്ന് പറയുന്നു. ഞാൻ എന്നെ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുപ്രതി ആയതുകൊണ്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ആരാണെന്ന്, അങ്ങനെ നിങ്ങൾ എനിക്ക് മനസ്സിലായതാന്ന് പറയും. അപ്പം അതിൽ പോലും കള്ളമുണ്ട്, ഈ കേസിലൊരു കള്ളമുണ്ടെന്ന് എനിക്ക് കേസുമായി ബന്ധപ്പെട്ടേ തിരുവനന്തപുരത്തെ സൈബർ പോലീസ് എന്നെ വിളിച്ചിരുന്നു എൻ്റെ അഭിപ്രായം ചോദിക്കാൻ. ഞാൻ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എനിക്കിങ്ങനെ ജസ്റ്റിൻ പറഞ്ഞു തന്ന കഥയാണ്, ഞാനങ്ങനെ ആ സ്ത്രീയെ എനിക്കറിയാം. അതിലാകെ എനിക്ക് പറ്റിയൊരു തെറ്റ് എന്ന് പറയുന്നത്, ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ ബാലചന്ദ്രൻ കുമാറിന് അയാളുടെ വീട് മേളിലത്തെ നില വാടകയ്ക്ക് കൊടുത്തത്. അത് രമേശൻ നായരായിരുന്നു. അതുമാത്രമേ എനിക്ക് തെറ്റിപ്പോയി പറഞ്ഞപ്പോൾ. അത് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ അധികം പോയിട്ടില്ലാത്തതുകൊണ്ടേ അവർ ചോദിച്ചപ്പോൾ അങ്ങനെ തെറ്റിപ്പോയി. എനിക്ക് അപ്പോഴേ അറിയാം, എൻ്റെ മൊഴി എടുത്തപ്പോഴേ എനിക്കറിയാം ഇത് ആ കേസ് പൂട്ടാനാണെന്ന്. എന്നിട്ട് പറഞ്ഞിട്ടില്ലേ, ഇതുപോലൊരു നല്ല മനുഷ്യൻ ബാലചന്ദ്രകുമാറിനെ പോലെ ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുത്ത് അവനെ പെടുത്താൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അല്ല, അതിലൊരു വ്യക്തത എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് സ്ഥിരമായിട്ട് ചാനലിൻ്റെ അടിയിൽ വന്ന് മെസ്സേജ് ചെയ്തിരുന്ന സ്ത്രീയാണ് ഈ സ്ത്രീ. നിരന്തരം മെസ്സേജ് ചെയ്ത സമയത്ത് ഇവർ വന്ന് നമ്മളോട് പറയുമ്പോൾ തന്നെ 10 വർഷത്തിന് മുമ്പുള്ള കേസാണെന്ന് പറയുമ്പോൾ ഞാനാണ് ജസ്റ്റിനോട് പറഞ്ഞത്, ജസ്റ്റിൻ ഇത് അന്വേഷിച്ചിട്ട് മാത്രം നമുക്ക് കൊടുക്കാവൂ, കാരണം എറണാകുളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ടാവും 10 വർഷത്തിനിടയിൽ. അപ്പോൾ ഇവർ പറയുന്ന സ്ഥലം അടക്കം നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, അങ്ങനെ ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ, അങ്ങനെ ഒരാൾ താമസിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ആ ഹൗസ് ഓണറോടെങ്കിലും വെരിഫൈ ചെയ്യാതെ വാർത്ത കൊടുക്കരുത് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഇത്രയും സെൻസിറ്റീവായ കേസാണ്. ആ കേസിലാണ് എൻ്റെ 2 ഓഫീസിൽ നിന്ന് 2 പേര് പോയി അവിടെ അന്വേഷിച്ചിട്ടുള്ളത്. അവിടെ ചെന്നപ്പോഴാണ് ഇത് രമേശൻ നായരുടെ വീടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ ഇയാൾ താമസിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തതയുണ്ട്. അതാണ് നമ്മൾ വാർത്തയായി നൽകിയത്. അല്ലാതെ ഒരിക്കലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വേറൊരു ഇടപെടലും നമ്മൾ നടത്തിയിട്ടില്ല. ആ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ. ഈ ദിലീപ് എന്ന് പറയുന്ന ആളെ സത്യം പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും ആയിരുന്നു. ഞാൻ തിളക്കമല്ലാതെ ദിലീപിൻ്റെ സിനിമ എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ പോലുമില്ല. ദിലീപിൻ്റെ ഒരു ആരാധികയോ അല്ലെങ്കിൽ ദിലീപുമായി ഒരു ബന്ധവുമുള്ള ആളല്ല. ഞാൻ ദിലീപിനെ അടുത്ത കാലത്ത് കാണുന്നത് ഈ ആദ്യമായും അവസാനമായും ദിലീപിനെ ഞാൻ നേരിൽ കണ്ട ഒരു സംഭവം, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നടന്നു പോകുന്ന ദിലീപിനെ റോഡിൽ ഇങ്ങനെ ആ ഒരു വേദിക്കരിയിലൂടെ നടന്നു പോകുന്ന ദിലീപിനെ കണ്ടിട്ടുള്ള എന്നല്ലാതെ എനിക്ക് ദിലീപുമായോ വ്യാസനുമായോ അല്ലെങ്കിൽ ആരുമായോ ഒരു ബന്ധമില്ല. പക്ഷേ എപ്പോഴും ആരോപണത്തിന് നമ്മളിപ്പോൾ അനുകൂലമായി വാർത്ത ചെയ്യുമ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകൾ പഠിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ രാമപിള്ള സാറിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മാത്രം വാർത്ത കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ പോലും അല്ലെങ്കിൽ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ പോലും നമ്മൾ പണം വാങ്ങിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണെന്നോ അല്ലെങ്കിൽ നമ്മൾ വാർത്ത ചെയ്യുന്നത് പണം വാങ്ങിയിട്ടാണോ എന്ന് പല ഘട്ടത്തിലും ആരോപണം. 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിലീപിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് 30 വർഷമായി സിനിമാ രംഗത്ത് എന്നെ നല്ല പരിചയമുള്ള പല്ലിശ്ശേരി പറഞ്ഞില്ലേ, ഞാനിതൊന്നും വകവയ്ക്കില്ല. കാരണം എന്താ പറയുക, ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ 50 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ കേരളത്തിലെ ഏറ്റവും വില കൂടിയ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ ഞാനാണ് അല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ദിലീപ് ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് സിനിമ ചെയ്യും. അത് ദിലീപിനെ പോലെ ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു നടൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറഞ്ഞാൽ മണ്ടത്തരമല്ലേ? പക്ഷെ ഇങ്ങോട്ട് പറയണം, ഇതൊന്നും കൊണ്ട് ഇത് അവസാനിക്കില്ല. ഇത് സത്യത്തിൽ ഈ കേസ് ഇനി കേരളത്തിൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കേസ് വരാതിരിക്കണമെങ്കിൽ ഇത് CBI അന്വേഷിക്കണം. കാരണം പോലീസുകാർ പോലും പക്ഷപാതപരമായി പെരുമാറിയ ഒരു കേസാണ്. അതുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് തള്ളിയല്ലോ. അല്ല, അത് ഇപ്പോൾ ഈ പ്രൊസീജിയർ നടക്കുന്നുണ്ടാവും. അല്ല, അതുകൊണ്ടല്ല. അത് 1 വർഷം മുമ്പ് തള്ളിയതാണെന്നേ, 2 വർഷം മുമ്പ് തള്ളിയതാണ് സിംഗിൾ കോടതി. ഇപ്പോൾ ഡിവിഷൻ കൊടുത്തപ്പോൾ ഡിവിഷൻ അത് തന്നെ എടുത്തു. പിന്നെ ദിലീപ് ഫോളോ അപ്പ് ചെയ്തു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിധി വന്ന ശേഷം അതാണ് ഞാൻ പറഞ്ഞത്, വിധി വന്നുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി കേരളത്തിൽ ഇതുപോലുള്ളൊരു തട്ടിപ്പ് നടക്കാതിരിക്കണമെങ്കിൽ CBI പോലുള്ളൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇപ്പം തന്നെ നമ്മുടെ പാലക്കാട് അതിർത്തിയിലൂടെ ഒരു 2 കുട്ടികൾ പെൺകുട്ടികൾ മരിച്ച കൊച്ചു കുട്ടികൾ ഷോളയാറിൽ മരിച്ച ആ 2 കുട്ടികളുടെ കേസ് ഇപ്പം CBI അന്വേഷിച്ചൊന്നും കണ്ടാവുക തള്ളയും തന്തയും പ്രതിയായി. അതുപോലെ ഈ കേസ് ഇങ്ങനെ നടിയെ തട്ടിക്കൊണ്ട് പോവുകയും അത് ചിത്രീകരിക്കുകയും അത് ദിലീപിന് വേണ്ടിയാണെന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയൊക്കെ ചെയ്തത് തെളിയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഏത് തരത്തിൽ ആ കേസ് ഫോക്കസ് ചെയ്തു എന്നറിയണമെങ്കിൽ അതൊരു CBI പോലുള്ളൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന പക്ഷക്കാരനാണ് ഞാൻ. അന്വേഷിക്കണം എന്ന് ഞാൻ പറയും. അതായത് ദിലീപ് ഒരു തരത്തിലും വിടരുത് എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ കേസിൻ്റെ വിധി കഴിഞ്ഞാൽ ദിലീപിനെ ദ്രോഹിച്ച ഓരോരുത്തരുടെ പേരിലും ഒരു 10 കോടി രൂപ വെച്ചെങ്കിൽ അയാളിൽ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സിനിമ എന്നുള്ള തിയേറ്റർ അടക്കം വിറ്റിട്ടെങ്കിലും ശരി, ഞാനാണെങ്കിൽ ചെയ്യും. ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. കാരണം മേലിൽ ഇങ്ങനെ ചെയ്യരുത്. കാക്കിയിട്ടാൽ ന്യായം മാത്രമേ ചെയ്യാവൂ. ശമ്പളം വാങ്ങുന്നതല്ലേ. അത് പക്ഷം പിടിച്ചിട്ട്, അതായത് ജീവിതകാലം മുഴുവൻ യൂണിഫോം ഇട്ട് എന്തെല്ലാം കൊള്ളരുതായ്മകൾ ചെയ്യുമോ അതെല്ലാം ചെയ്തൊരു ADGP പറഞ്ഞാൽ അതിനനുസരിച്ച് കളിക്കുന്നവരാകരുത് താഴെയുള്ള ഉദ്യോഗസ്ഥർ. പക്ഷെ അത് ഈ നിയമ സംവിധാനത്തിൽ അങ്ങനെയല്ലേ പറ്റൂ? ADGP പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അത് പള്ളിയിൽ പറഞ്ഞാൽ മതി. ADGP പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സത്യസന്ധനായ ഞാനാണെന്ന് വെച്ചോ, എനിക്കൊരു എല്ല് കൂടുതലെന്നാണല്ലോ എല്ലാവരും പറയണത്. ഞാനാണെങ്കിൽ ആ SI ഞാനാണെങ്കിൽ ഞാൻ ഇല്ല സാർ നിങ്ങൾ പറയുന്ന പോലെ വളഞ്ഞ രീതിയിൽ ഞാൻ കൃത്യമായി കേസ് അന്വേഷിച്ച് എഴുതാമെന്ന് പറയും. കാരണം ഞാൻ പൈസ വാങ്ങില്ല, പെണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് പറയില്ല, വെള്ളം അടിക്കണമെന്ന് പറയില്ല, ഒന്നും പറയില്ല. ഞാൻ കേസ് കൃത്യമായി അന്വേഷിക്കുക. അല്ല സാറ് പറയുന്ന പോലെ ഞാൻ എഴുതില്ല, അത് സാർ എഴുതിക്കോ എന്ന് പറയാനുള്ള ആംബിയർ ഉണ്ടാവണം. ചിലപ്പോൾ 3 മാസം നേമം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ 6 മാസം പാലക്കാട്ടായിരിക്കും. പുല്ലേ മാത്രം വിചാരിക്കണമെന്ന്. അങ്ങനെയുള്ള പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. തല്ലാത്ത പോലീസ് ഓഫീസർമാരെ എനിക്കറിയാം, ചീത്ത വിളിക്കാത്ത പോലീസുകാരന്മാരെ എനിക്കറിയാം, അലവലാദികളെയും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ ക്രമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമക്കേട് കാട്ടണമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്റ്റേഷൻ ഓഫീസർ പോലും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ അവനെ അന്വേഷണ ഏജൻസി വരുമ്പോൾ അവൻ പറഞ്ഞപ്പോൾ എൻ്റെ മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. എന്തൊരു തെമ്മാടിത്തരങ്ങളെന്ന്. ഒരു കോടതി വരെ തെറ്റിദ്ധരിപ്പിച്ചില്ലെന്നേ. കോടതി ചെന്ന് നിന്നിട്ട് പറയാ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. കോടതി അന്വേഷിച്ചപ്പോൾ പറയുന്നു അന്ന് അവിടെ കേസ് വെച്ചിട്ടില്ല, ഈ പോലീസ് ഓഫീസർ അവിടെ വന്നിട്ടില്ല, ഈ ദിലീപ് അവിടെ വന്നിട്ടില്ല. അപ്പോൾ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളത്തെളിവുകൾ ഉണ്ടാക്കുക. ഒരു ഘട്ടത്തിൽ കോടതിയെ പോലും സംശയത്തിന്റെ ഇപ്പോഴോ ഒരു ഘട്ടമല്ല, ഇപ്പോഴോ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി ഹൈക്കോടതി പോകണ്ട, നിങ്ങൾ എന്തിന് ഈ കേസിൻ്റെ പിന്നിലെ തൂങ്ങി പിടിച്ച് കിടക്കണമെന്നല്ലേ കേൾക്കണേ. ഇപ്പോൾ അതിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരാകുന്ന കമ്മലിടാത്ത ഒരു വക്കീലുണ്ട്. അവർ കോടതി പോകാറില്ല എന്നുണ്ട്, ഈ കേസ് പഠിക്കാറുമില്ല. എല്ലാ ദിവസവും ചാനലില്ല, പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ ചാനലിൽ പെറ്റി കിടക്കുന്ന ഒരു സ്വഭാവമാണ്. നികേഷിനെ അന്നം കൊടുത്തത് അവർ വേണമെങ്കിൽ പറയാം. ആ സ്ത്രീ തന്നെ പറയുന്നത് എന്തൊക്കെ വങ്കത്തരങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ കേസ് നോക്കുമെന്ന് അവർ തന്നെ പറയുന്നത്. വാദിക്ക് വേണ്ടി. അതുകൊണ്ടാണോ ഇപ്പം വീണ്ടും അതായത് ഒരു കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് വീണ്ടും കുറച്ചു കാലം കൂടി അന്വേഷണം പോട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു പുതിയ വിധി ഈ കേസിൽ വിധി പറയണമെന്ന് ഒരൊറ്റ ആളിനെ ആഗ്രഹമുള്ള ദിലീപിനാണ്. വേറെ ആർക്കും ഈ കേസിൻ്റെ വിധി പറയുന്നതിന് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ. അദ്ദേഹത്തിന് ഈ കേസിൻ്റെ വിധി പറയുന്നത് ഇഷ്ടമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടമല്ല, ഈ അതിജീവിതയ്ക്ക് പോലും ഇഷ്ടമല്ല. വിധി പറയരുത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? ഇപ്പം കണ്ടില്ലേ റിപ്പോർട്ടർ ചാനലിലെ മുമ്പൊരു ഹൈദ്രോളി എന്ന് പറഞ്ഞൊരുത്തനായിരുന്നു. ഇപ്പോൾ ആ പോസ്റ്റിൽ ഇപ്പോൾ ഒരു റോഷിപ്പാൽ അവൻ ആത്മകഥ എഴുതാൻ പോകണം. ആര് കേസിനെ കുറിച്ച് നോവൽ എഴുതാൻ പോകണം. ആലോചിച്ച് കുറേ ഡയറിയൊക്കെ ആയിട്ട് പറ്റും. ആര് പൾസറാളിയായി വന്ന് ഞാൻ സിനിമയിലൊക്കെ ഒന്നുകൊണ്ടാണെന്ന് എനിക്കുണ്ട്. കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഒളി ക്യാമറയില്ല കൂടെ കൂടെ ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ഒളി ക്യാമറ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കൂടെ കുലുക്കുന്നു എന്നല്ലാതെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായ സ്ക്രിപ്റ്റ് വെച്ച് ഞാൻ പച്ചയ്ക്ക് വന്ന് മൊട്ടയാരുടെ സ്ക്രിപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്വേഷിച്ച് നോക്കൂ, മൊട്ടയാരൻ ആരാണെന്ന് അന്വേഷിച്ച് നോക്കൂ. ഈ അതിജീവിതം എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ ഈ കേസ് ഉള്ളി തൊലിക്കും പോലെ തൊലിക്കാം. അതെനിക്കറിയാം. അപ്പോൾ മൊട്ടയാരൻ ആരാണെന്ന് അന്വേഷിച്ചാൽ ഭയങ്കര പത്രപ്രവർത്തനത്തിൻ്റെ വലിയ അപ്പോസ്തലനാണ്. പക്ഷേ ഇതുപോലെ അവസരവാദിത്തരം പറയുന്ന ഒരു മൊട്ടയെ ഞാൻ ജീവിതത്തിൽ പത്രപ്രവർത്തന രംഗത്ത് കാട്ടിയിട്ടില്ല. അയാൾ കളിച്ച സ്ക്രിപ്റ്റാണിത്. ഇത് ഇവരുടെയൊക്കെ സിമ്മ് വേറെ ആയിരിക്കാം. പോലീസ് അന്വേഷിച്ചാൽ ആ സിമ്മൊന്നും കിട്ടാനും സാധ്യതയില്ല. പക്ഷേ കഴിഞ്ഞ 2-3 മാസമായി പൾസർ സുനിയും ഈ റോഷിപ്പാലും മൊട്ടയാരനും കൂടെ സംസാരിച്ച ഫോൺ കോൾ എടുത്താൽ മതി ഈ കേസ് പൊളിക്കാൻ. ഇത് ഇവർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കിയ സാധനമാണ് ഈ ഒളി ക്യാമറ. ഇതൊന്നും ഇവിടെ നടക്കില്ല. കാരണം കേരളത്തിൽ ഒരു കൊച്ചു കുഞ്ഞു പോലും അത് കണ്ടപ്പോൾ വട എന്നിട്ട് കളഞ്ഞിട്ട് പോയി. കാരണം ഇതറിയാം ഇത് പൊട്ടനാക്കാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ വിശ്വാസ്യത പോയി. തീർച്ചയായും ആ ഒരു വാർത്തയോടുകൂടി ഇതുവരെ എനിക്ക് തോന്നുന്നു ദിലീപിനെ എതിർത്ത് നിന്ന പലരും ഇപ്പോൾ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. അതിനേക്കാൾ റിപ്പോർട്ടർ ഞാൻ ഈ ദൈവങ്ങളുമായിട്ട് അടുപ്പമുള്ള ആളല്ല. ഞാൻ ദിലീപിൻ്റെ കൂടെ തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഈ അമിതമായി ദൈവത്തിനെ കൂട്ടുപിടിക്കാതെ അയാൾക്ക് വേറെ ഒരുപാട് ജോലിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾ എന്ത് പറഞ്ഞാലും പറയും ബൈ മോളിലിരിക്കുന്ന ഒരാൾ കാണണമെന്ന്. അങ്ങേർക്ക് ഇതാണോ ജോലി?
അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇവിടെ കേരളത്തിൽ ആരെല്ലാം കാണില്ല എങ്കിൽ കേരളത്തിൽ ആരെല്ലാം കാണാതിരിക്കണമെന്നേ ഈ തിന്മകളുടെ മൂർത്ത രൂപങ്ങളെ എല്ലാം തീരണ്ടേ. തിന്മയും വേണം. അല്ല ഞാൻ പറഞ്ഞത് ഈ ദൈവത്തിന് പണി അല്ല ദൈവത്തിന് പണിയുണ്ടെങ്കിൽ പണി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ എത്ര എണ്ണം ആലോചിച്ച് ഒരു ശിവക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരുന്നവനാണ് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് വിളിച്ചു വരുത്തി 88 ദിവസം പിടിച്ച് അകത്തിട്ട്. അത് പോട്ടെ. പക്ഷേ ഞാൻ പറയുന്നത് ഇത്തരം ഒളി ക്യാമറകൾ വെച്ചെന്ന് പറഞ്ഞാൽ ഡ്രാമ കളിച്ചാൽ കേരളത്തിൽ നിൽക്കില്ല. കാരണം കേരളത്തിലെ മലയാളിക്ക് നല്ല സെൻസുള്ളവൻ, അവനറിയാം ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്ന കഥയാണ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ ചെയ്യണത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു ചാനലോ പത്രമോ അത് ഏറ്റെടുത്തില്ല, നാറിപ്പി. മനസ്സിലായോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. അവർക്ക് വിധി പറയുന്നത് ഇഷ്ടമല്ല, അതാണ് പ്രശ്നം. വിധി പറയരുത്. പക്ഷേ കേസിലൊന്നും ചെയ്യാനില്ല. ഞാൻ അല്ല ഇപ്പൊ കേസ് തീർന്നു. ഞാൻ ദിലീപിന്റെ പേഴ്സണൽ വക്കീലിനെ ഞാൻ വിളിച്ചിരുന്നു. അല്ല കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു എല്ലാ വാദവും 2 മാസം കോടതി അവധിയാണ്. അവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ വിധി പറയും. തീർച്ചയായും വരും. കല്ലും നെല്ലും തിരിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒരു സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കും. ആര് അല്ല ഹൈക്കോടതിയിലേക്ക് പോയിരിക്കും. പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈ ആദ്യത്തെ വിധിയൊന്നും അറിഞ്ഞോട്ടെ. അത് കഴിയുമ്പോൾ ദിലീപിന് സ്വതന്ത്രമാവല്ലോ, അവന് പറയാനുള്ളതൊക്കെ പറയാമല്ലോ. അയാൾ പറയട്ടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ. എന്തായാലും ഒരു 10-75 കോടി രൂപ അയാളുടെ തീർന്നു കാണും. അയാളുടെ സിനിമ ലൈഫ് തീർത്തു. ഇപ്പോൾ കണ്ട ഒരു ഷുഗർ രോഗിയെ പോലെ ഇതും വെച്ചുകൊണ്ട് അയാൾ ഹ്യൂമർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത്രയും മാനസിക ടെൻഷനിൽ നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടരുത്. നമുക്കെന്താ, ഞാൻ വേറൊന്നും വേണ്ട, നിങ്ങളുടെ അറിവിലേക്ക് ഒറ്റ കാര്യം പറയാം. ജയിലിൽ നിന്ന് കത്തെഴുതുന്നതിന് ചില ഫോർമാറ്റ് ഉണ്ട്. ജയിൽ സൂപ്രണ്ടിൽ നിന്ന് ഒപ്പിട്ട് പേപ്പർ വാങ്ങണം, എഴുതി ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം. അയാളാണ് കവറിൽ ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യേണ്ടത്. എങ്ങനെ ജയിലിലെ അകത്ത് കിടന്ന പൾസസുവിന് കത്തെഴുതി പുറത്ത് വിട്ടത്? ജയിലിന് പുറത്ത് ആ കത്ത് എങ്ങനെ പോയി? 2 ഒറ്റ നമ്പരും ഇല്ലാതാണല്ലോ ജയിലിൽ പോണേ. അവൻ ജയിലിൽ കിടന്നുകൊണ്ട് സെൽ ഫോണിൽ ആരെ വിളിക്കുന്നു? ദിലീപിനെ. അയാൾ എടുക്കുന്നില്ല. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ടായിരിക്കും എടുക്കാത്ത. അവൻ ഉടൻ തന്നെ നാദിർഷയെ വിളിക്കുന്നു. നാദിർഷയെ വിളിച്ചിട്ട് പറയുകയാണ്, ദിലീപ് ഏട്ടൻ എനിക്ക് 1.5 കോടി തന്നില്ലെങ്കിൽ 2 കോടി രൂപ ഇതിന് തരാൻ ആളുണ്ട്, ഞാൻ ദിലീപ് ഏട്ടൻ്റെ പേര് പറയും. ഈ നേരം വരെ 8 വർഷത്തിനിടയിൽ ഈ പോലീസ് ഓഫീസേഴ്സ് ആരെങ്കിലും എടാ നീ 2 കോടി നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ ചോദിക്കില്ല. ഇങ്ങനെ ഒരു 1000 ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചോദ്യങ്ങൾ മാത്രം കൊണ്ടൊന്ന് CBIക്ക് കൊടുത്താൽ മതി. ഇവിടെ ഒരുപാടെണ്ണം കോതമ്പുണ്ട തിന്നും. അതാണ് ഈ കേസ്. കൊച്ചു സിനിമാ രംഗത്തുള്ള ആരെങ്കിലും പിന്നെ പലപ്പോഴും മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയണ്ട. സിനിമയ്ക്കകത്തുള്ളവർ തന്നെയാണ് യവൻ്റെ വളർച്ചയിൽ സഹികെട്ട യവൻ ഇങ്ങനെ വളർന്നു പോകുന്നു. മമ്മൂട്ടി ഏറ്റെടുത്തു, സുരേഷ് ഗോപി ഏറ്റെടുത്തു, അമ്മയുടെ പ്രൊഡക്ഷൻ വർഷങ്ങളോളം നടന്നിട്ടൊന്നും നടന്നില്ല. യവൻ ഏറ്റെടുക്കുമ്പോൾ യവൻ പറയുന്നു ഞാൻ ആ പടം ഓടുകയാണെങ്കിൽ 10 കോടി രൂപ എന്തോ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറയും. നിങ്ങൾ എന്നോട് സഹകരിച്ചാൽ മതി. ആ ചങ്കൂറ്റത്തിൽ അവൻ്റെ കാര്യം പോക്ക എന്നുള്ള രീതിയിലായിരിക്കും ഇന്നസെൻ്റ് കൊടുത്തത്. പക്ഷേ അവൻ കൃത്യമായിട്ട് ആ പടം തിയേറ്ററിലെത്തിക്കുകയും ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായപ്പോൾ അവൻ 15 കോടി രൂപ അമ്മയ്ക്ക് കൊടുത്തവൻ. ഇങ്ങനെ ഒരുത്തൻ വളരണ്ട എന്ന് തീർച്ചയായിട്ടും സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് പ്ലാൻ ചെയ്തത്. സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് അവനെ ട്രാപ്പിലാക്കിയതെന്ന് ഞാൻ പറയും. ഇത് കാരണം ഇതൊരു 2 സ്ക്രിപ്റ്റാണ്. അവൻ തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ എത്രയോ നടികൾ ഇതുപോലെ കൊണ്ട് ട്രാപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കി. അങ്ങനെ കൊണ്ടുപോയിടത്ത് ആ കുട്ടി കണ്ടിരിക്കാം, മനസ്സിലായി കാണും ഇവനാണ് പൾസർ. പൾസറെ നീയോ എന്ന് ചോദിച്ചു കാണും. കാരണം ഇവൻ ഒരുപാട് പ്രാവശ്യം ഇപ്പം ചാന്തുപുട്ടിൻ്റെ ലൊക്കേഷനിലൊക്കെ ഗോവയിൽ കൊണ്ടുപോയതൊക്കെ ഇവനാണ്. പിന്നെ ഞാൻ അറിഞ്ഞത് ഈ കുട്ടിയുടെ അടുത്ത വീട്ടിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത് ജിമ്മിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആ കുട്ടി അവനായിരുന്നു, മാർക്കറ്റിൽ പോകുന്ന നല്ല ബന്ധമായിരുന്നു അവർ. അപ്പോൾ അങ്ങനെയുള്ളവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ആ കുട്ടി വിചാരിച്ചതാണ്. പക്ഷേ അവൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ ഇഷ്ടം നീ പറയുന്ന പൈസ ഞാൻ തരാം, എന്നെ നീ ഒന്ന് ഫ്രീ ആക്കുക, എന്നെ ഒന്ന് ശല്യപ്പെടുത്തുക, ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അവൻ ചെയ്തത് ഒന്നാമത്തെ സ്ക്രിപ്റ്റ്. അപ്പോൾ അവൻ വീഴുമെന്നുള്ളൊരു ഉറപ്പായി. അവൻ അകത്താവുമെന്ന് ഉറപ്പായപ്പം സിനിമയിലെ ദിലീപിൻ്റെ ശത്രുക്കൾ ആരാണോ അവരെ ഇടപെട്ടു. എന്തായാലും അവർ തമ്മിൽ ഉടക്കുണ്ട്, നീ അവൻ്റെ പേര് പറ, നിനക്ക് ഞങ്ങൾ 2 കോടി തരാം. ഇതാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള പടം. മനസ്സിലായില്ലേ? ഈ പടം തെളിയിക്കണമെങ്കിൽ CBI പോലുള്ള ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം. അല്ലാതെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ അതിൽ പക്ഷപാതപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഭയങ്കര പ്രഷറുണ്ടാകും. എനിക്കെപ്പോഴും ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം തരുന്നറിയാം. പിണറായിയുടെ 2ാമത്തെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ, 2ാമത്തെ സർക്കാരാണോ അല്ല ആദ്യത്തെ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സിനിമാ രംഗത്തു നിന്ന് വന്ന 2 പേരിൽ ഒരാൾ ദിലീപാണ്. ആ സത്യപ്രതിജ്ഞയ്ക്ക് അവൻ അതിന് കൊടുത്ത ഫലം ആലോചിച്ച് നോക്കി. അവനെ പിടിച്ചകത്തിട്ടിട്ട് 58 ഇഞ്ചിൽ നെളിഞ്ഞു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയാണ് ഒരു സിനിമ നടനെയും പിടിച്ചിടാൻ ധൈര്യം എനിക്കേ ഉണ്ടായുള്ളൂ. ബ്രണ്ണനിൽ ഞാൻ നെളിഞ്ഞു നടന്നില്ലേ, അതുപോലെ സിനിമ നടനെയും ഞാൻ പിടിച്ചകത്തിട്ടെന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി. 1 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞത് 7 പേരുണ്ട്, 7നെയും പിടിച്ചകത്തിട്ടു. 2 പുള്ളി തന്നെ പറയണം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കൂ. അതാണ് ഈ കേസിൻ്റെ നാൾ വഴിയുടെ അന്ത്യം എന്ന് ഞാൻ വിചാരിക്കും. അതായത് ദിലീപിൻ്റെ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അറിയണമെങ്കിൽ സ്വതന്ത്ര ഏജൻസി. ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് ഇതുപോലെ ഉണ്ടാവരുത്.
അതാർക്കായാലും എ ഓർ ബി ആർക്കായാലും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത്. അതിന് വേണമെങ്കിൽ ഈ കേസ് കൃത്യമായി കല്ലും നെല്ലും തിരിയുന്ന രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്, യഥാർത്ഥ നിരപരാധി ആരാണെന്ന് തെളിയണമെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ചാലേ തെളിയുള്ളൂ. അതിന് ഇടവയ്ക്കണം. ഇല്ലെങ്കിൽ എത്ര സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാൽ, ഇപ്പോൾ സുപ്രീം കോടതി പോകാനൊന്നും ദിലീപിൻ്റെ ഒരു പ്രശ്നമില്ല, ചെന്നെങ്കിലും CBI കൊണ്ട് ഈ കേസ് വിധി വന്ന ശേഷം അന്വേഷിപ്പിക്കണം. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. ദിലീപുമായി ബന്ധപ്പെട്ട ഈ കേസിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരണമെങ്കിൽ ഒരു CBI അന്വേഷണം തന്നെയാണ് അനിവാര്യം എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ഇതിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പല ഇടപെടലുകളും സംശയാസ്പദമാണ് എന്ന് ആദ്യം മുതൽ പറഞ്ഞിരുന്ന ആൾ തന്നെയാണ് ശാന്തിവിള ദിനേശ്. അത്തരം ചില സംശയങ്ങൾ നമുക്കേവർക്കും ഉണ്ട് താനും. ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടണമെങ്കിൽ, കൃത്യമായ അന്വേഷണത്തിലൂടെ കൃത്യമായ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി അല്ലെങ്കിൽ ആരാണ് ഇതിനുള്ള കാരണക്കാരായത് എന്ന് കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും ഒരു CBI അന്വേഷണം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.